കാണുന്നല്ലോ. ഞാൻ ഇത്തിരി വിഷമത്തിലാ. അതിന് മാത്രം എന്താണ്ടായത്? എന്റെ മക്കളൊന്നും നാട്ടിൽ നിന്ന് വരുന്നില്ല. ഭയങ്കര വിഷമമാണ് എനിക്ക്. മക്കളെ കുറിച്ചൊന്നും ഇത്ര വിഷമിക്കണ്ട. ഈ കുഞ്ഞു മക്കളെ എത്ര സുന്ദരമായിട്ടാണ് നന്നായി അണിഞ്ഞൊരുങ്ങി അവരുടെ നൃത്തം ചവിട്ടിയത്. ആ കുട്ടികളിലെ മുഖങ്ങൾ കണ്ടെങ്കിലേ എനിക്ക് വിഷമമൊക്കെ മറന്നുകൂടെ? എനിക്ക് വിഷമമൊന്നുമില്ല. പോട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയോ? അറിയില്ലല്ലോ. അതൊക്കെ അറിയണ്ടേ എന്റെ റോസക്കുട്ടി. ഇന്നാണ് നമ്മുടെ രാക്കുളി തിരുനാള്. എന്താണ് ഈ രാക്കുളി തിരുനാള്? അതൊന്നും എനിക്കറിയില്ലേ? എനിക്കും അറിയില്ല റോസമ്മ. ഞാൻ പറഞ്ഞു തരാം. ഈശോയുടെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിച്ചുകൊണ്ട് അന്നൊക്കെ നമ്മുടെ കുടുംബത്തിലെ പുരുഷന്മാരെ സന്ധ്യാനേരത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുളത്തിലോ അരുവിലോ പോയി മുങ്ങിക്കുളിക്കും. അതാണ് രാക്കുളി. അത് ശരി, ഇതാണോ രാക്കുളി തിരുനാൾ? ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലേ? അന്നൊക്കെ നമ്മള് എല്ലാവരും കൂടി രാക്കുളി പെരുന്നാളിൽ അന്ന് എന്ത് ഭംഗിയായിട്ടാണ് നൃത്തം ചവിട്ടിയിരുന്നത്. ആ ഡാൻസ് ഒക്കെ ഇപ്പോ എന്റെ മനസ്സിൽ ഇന്നും പഴയതുപോലെ ഓർമ്മ വരുന്നു. അതൊരു ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു. അത് ശരി തന്നെ, അതൊരു ഡാൻസ് തന്നെ. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മുടെ ആരോഗ്യമൊന്നും അതിനെ അനുവദിക്കുന്നില്ല എന്റെ റോസക്കുട്ടി. എന്നെ കൊണ്ടൊന്നും കളിക്കാൻ പോരാ. അത് ശരിയാ, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലാതെ. എന്ത് ചെയ്യാം, നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ കളിക്കാനായിട്ട് റെഡിയായി നിൽക്കാണ്. നമുക്ക് അവരൊന്ന് വിളിച്ചാലോ? അവര് കളിച്ച് ആടി തിമിർത്ത് നമുക്ക് കണ്ട് ആസ്വദിക്കാം. അതല്ലേ നല്ലത്? അതന്നെ. വരികടി മക്കളെ. ഹലോ പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ.
അല്ല റോസക്കുട്ടി, നമ്മുടെ ഈ മക്കള് അടിച്ച് പൊളിച്ചു അല്ലേ? അതെ, അടിച്ചു പൊളിച്ചല്ലേ. സൂപ്പർ